അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 221 ആ ഒരൊറ്റ ആയത്ത് മാത്രമാണ്. ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ സാരം. അള്ളാഹു പറഞ്ഞു തരികയാണ്: റഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ച് തരണേ അതിലൊക്കെയും നീ ബർക്കത്ത് ചൊരിഞ്ഞ് തരണേ അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായും ശിഫാ നൽകണേ മാരകമായ ഒരൊറ്റ രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ. ആഫിയത്ത് എന്നും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനും ബാക്കിയുള്ള സഹായങ്ങളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരെയെല്ലാം നീ സഹായിക്കണേ അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ഖൈറ് കൊടുക്കണേ ഖുർആനെ പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാനും നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ എല്ലാ ബലാല് മുസീബത്ത് ഇടങ്ങേറ് സർവമാന ഷർറുകളും നീ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ എല്ലാവിധ ഷർറുകളെ തൊട്ടും നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അല്ലാഹുവേ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞ് തരണേ സന്തോഷം നൽകണേ ആരോഗ്യം നൽകണേ ദുനിയാവും ആഖിറവും നീ ഞങ്ങൾക്ക് വെളിച്ചമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ യഥാവിധി നിനക്ക് വേണ്ടി നമസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ, ഈ ദുആന നീ സ്വീകരിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അവരോട് നീ കരുണ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. നല്ല മക്കളാക്കി തരണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സൂറത്തുൽ ബഖറയിലെ 221 ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ അത് കേട്ട് മനസ്സിലാക്കണം. അള്ളാഹു പറയുകയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന. അല്ലയോ സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ സത്യവിശ്വാസം കൈക്കൊള്ളും വരേക്കും അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് കേട്ടോ. മുഅ്മിനീങ്ങളോടായി അല്ലാഹു പറയുകയാണ്, ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാണ്, വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന. അല്ലയോ സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ സത്യവിശ്വാസം കൈക്കൊള്ളും വരേക്കും അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്. എവിടെയാണ് ലവ് ജിഹാദ് ഉള്ളത്? അത് ഹറാമാണെന്നാണ് അള്ളാഹു പറയുന്നത്, ലവ് ജിഹാദ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അതിലേക്ക് കടക്കുമോ? ഇല്ല. അപ്പോൾ ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരാണ് ഇതൊക്കെ കുത്തിപ്പൊക്കുന്നത്. അവർക്ക് ഖുർആൻ അറിയില്ല. മനസ്സിലായി? അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളല്ലാത്ത ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ വിവാഹം ചെയ്യരുത്. അവർ സത്യമതത്തിലേക്ക് വന്നതിന് ശേഷമല്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചു പോകരുതേ എന്ന് അള്ളാഹു പറയുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ലവ് ജിഹാദ്, ലവ് ജിഹാദ്. അത് ഇസ്ലാമിനോട് വൈരാഗ്യമുള്ളതായ കുർബ ബുദ്ധികൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. വെറും തരം താഴ്ന്നവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ലവ് ജിഹാദ്. അതുപോട്ടെ, വലാമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബതുകും. അള്ളാഹു പറയുകയാണ്, ഏകദൈവ വിശ്വാസമുള്ള അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത് കേട്ടോ. ഈ ബഹുദൈവ വിശ്വാസിനി നിങ്ങളിൽ എത്ര തന്നെ കൗതുകം ജനിപ്പിച്ചാലും ശരി, അവരെ വിവാഹം കഴിച്ചു പോകരുത് കേട്ടോ. ബഹുദൈവ വിശ്വാസിനികൾ അത് എത്ര സുന്ദരിയായാലും, നമുക്ക് അവരോട് എത്ര പ്രേമം തോന്നിയാലും, എത്ര കൗതുകം തോന്നിയാലും അവരെ നിങ്ങൾ വിവാഹം കഴിച്ചു പോകരുതേ. അതിനേക്കാൾ ഉത്തമം അടിമ സ്ത്രീയാണ്. ഏകദൈവ വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചതായ അടിമ സ്ത്രീയാണ്. ഈ സ്ത്രീയെ ബഹുദൈവ സ്ത്രീയേക്കാളും ഏറ്റവും ഉത്തമമെന്ന് അള്ളാഹു അടിവരയിട്ട് പറയുകയാണ്. ഇവിടെയാണ് ലവ് ജിഹാദ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഇതാ വ്യക്തമാക്കുന്നു. വീണ്ടും അള്ളാഹു പറയുകയാണ്, വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ. നല്ലതുപോലെ മനസ്സിലാക്കണം. അള്ളാഹു പറയുകയാണ്, വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ. അപ്രകാരം തന്നെ ബഹുദൈവ വിശ്വാസികൾ ഇസ്ലാമിൽ വിശ്വസിക്കും വരേക്കും അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കുകയുമരുത് കേട്ടോ. പെൺമക്കളെയോ അല്ലെങ്കിൽ സഹോദരികളെയോ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരെ വിവാഹം ചെയ്യരുതേ എന്ന്. കാരണം അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവർ മുസ്ലിമായി. മനസ്സിലായില്ലേ? അപ്പോൾ ബഹുദൈവ വിശ്വാസികളായ ആരെയും, ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ വിവാഹം ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു വിലക്കിയ കാര്യമാണ് എന്ന് അള്ളാഹു അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ബഹുദൈവ വിശ്വാസികളെ നമ്മൾ ആരും വിവാഹം കഴിച്ചു പോകരുത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവർക്ക് വേറെ ഒരു തൊട്ട് തീടാതെയും ഇല്ല. അവർ പിന്നെ മുസ്ലിമായി. ആ മുസ്ലിമിനെ നമ്മൾ വിവാഹം കഴിക്കാവൂ. വീണ്ടും അള്ളാഹു പറയുകയാണ്, വലഅബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും. ഏകദൈവ വിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമൻ കേട്ടോ.
ആ ബഹുദൈവ വിശ്വാസി കാഴ്ചയിൽ നിങ്ങളിൽ എത്ര തന്നെ കൗതുകം ഉണ്ടാക്കിയാലും എത്ര തന്നെ കൗതുകം ജനിപ്പിച്ചാലും ശരി കേട്ടോ. ഒരു ബഹുദൈവ വിശ്വാസിയായ പുരുഷൻ അവൻ എത്ര സൗന്ദര്യവാനാണെങ്കിലും അവൻ എത്ര പണക്കാരനാണെങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, അവനെ നിങ്ങൾ വിവാഹം കഴിച്ചു പോകരുതേ എന്നല്ലാഹു അടിവരയിട്ട് പറയുകയാണ്. അതിനേക്കാൾ ഏറ്റവും നല്ലത് അടിമയായ ഒരു പുരുഷനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച അടിമയായ ഒരു പുരുഷനെ വിവാഹം ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്നും അള്ളാഹു ഇവിടെ പറയുകയാണ് കേട്ടോ. ഇനി അവർ മുസ്ലിമായി വന്നാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. വീണ്ടും അള്ളാഹു പറയുകയാണ്, ഉലൈക യദ്ഊന ഇലന്നാർ. ബഹുദൈവ വിശ്വാസികൾ മനുഷ്യരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് കേട്ടോ. ബഹുദൈവ വിശ്വാസികൾ ആരാണോ അവർ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയില്ല കേട്ടോ. അവരുടെ വഴി നരകമാണ്. അതുകൊണ്ട് അവരോട് ഒട്ടുന്നവരും നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നത് എന്ന് അള്ളാഹു ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളായ ആരെയും നമ്മൾ വിവാഹം കഴിച്ചു പോകരുത് കേട്ടോ. അറിഞ്ഞുകൂടാത്തവരാണ് പരിശുദ്ധമായ ഖുർആൻ എന്തെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതൊന്നും നമ്മൾ പഠിക്കാതെ, അതൊന്നും നമ്മൾ അറിയാതെ എന്തെല്ലാം ജീവിത രീതികളിലേക്കാണ് മുസൽമാൻ്റെ പേരും നടിച്ചുകൊണ്ട് ഓ ജനങ്ങളെ പോകുന്നത് കേട്ടോ. അങ്ങനെ പോകല്ലേ. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അല്ലാഹു ആകട്ടെ അവൻ്റെ ആനുകൂല്യം വഴി സ്വർഗത്തിലേക്കും പാപമോചന മാർഗത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നു കേട്ടോ. ഒരു ബഹുദൈവ വിശ്വാസിയായ മനുഷ്യൻ അവൻ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു ക്ഷണിക്കുന്നത് എവിടേക്കാണ്? വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അള്ളാഹു ആകട്ടെ അവൻ്റെ ആനുകൂല്യം വഴി, അതേ സ്വർഗത്തിന് അവൻ്റെ ആനുകൂല്യമാണ്, അവൻ്റെ ആനുകൂല്യം വഴി സ്വർഗത്തിലേക്കും പാപമോചന മാർഗത്തിലേക്കും അള്ളാഹു ജനങ്ങളെ ക്ഷണിക്കുന്നു. വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അള്ളാഹു അവൻ്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് അവർ ചിന്തിക്കുവാനാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം, ഇവിടെ ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഒരു കാരണവശാലും ബഹുദൈവ വിശ്വാസികളെ നമ്മൾ വിവാഹം കഴിച്ചു പോകരുത് കേട്ടോ. അവർ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായ ഏതൊരു ജനതയെയും നമ്മൾ പ്രേമിക്കാൻ പാടില്ല. അവരെ വേറെ ഒരു കണ്ണുകൊണ്ട് അവരെ ഇഷ്ടപ്പെടാൻ പാടില്ല. അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. അവർ മുസ്ലിമായതിന് ശേഷം മാത്രമേ അവരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത്രയും വ്യക്തമായി അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ പിഴച്ചു പോണവരെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ വെറും ഇസ്ലാമിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി. അവർക്ക് യാതൊരു സ്ഥാനവും ഇസ്ലാമിലില്ല എന്ന് നമ്മൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ലവ് ജിഹാദ് ഇല്ല.
ലവ് ജിഹാദ് ഹറാമാണ്. അള്ളാഹു പറഞ്ഞിരുന്നത് എന്താണ്? ലവ് ജിഹാദ്, അതൊക്കെ ഹറാമായ കാര്യമാണ്. അപ്പം മുസ്ലിമായ ആൾക്കാർ അങ്ങനെ പോവോ? ഇല്ല. വെറുതെ പടച്ചുണ്ടാക്കുന്നതാണ് ഈ പഹയന്മാർ. ഇനി നമുക്ക് ആലാപനത്തിലേക്ക് പോകാം. അല്ലാഹ് പറയുന്നു മുസൽമാനോട്, ഇണയെ ഇതാ തേടാൻ വഴികൾ നന്ന്. അള്ളാഹു മുസൽമാനോട്, അതേ സത്യവിശ്വാസിയോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇണയെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസൽമാന്മാരോട് പറഞ്ഞു തരികയാണ് കേട്ടോ. നമ്മൾ പഠിക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം കേട്ടോ. സത്യമതത്തിലെ ജനങ്ങളോടാ അല്ലാഹ് പറഞ്ഞത്, ഇത് കേൾക്കണേ. സത്യമതത്തിലായിക്കൊണ്ട്, ദീനുൽ ഇസ്ലാമിലായിക്കൊണ്ട്, പരിപൂർണമായി ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ചതായ യഥാർത്ഥ മുസൽമാന്മാരോടാണ് അള്ളാഹു ഈ പ്രഖ്യാപനം നടത്തുന്നത് കേട്ടോ. അല്ലാതെ പേരുകൊണ്ട് മാത്രം മുസ്ലിമെന്ന് അഭിമാനിച്ച് നടക്കുന്നവരെ, നിങ്ങൾക്കുള്ളതല്ല ഈ പരിശുദ്ധമായ ഈ വാക്കുകൾ. മുസ്ലിം ഇതാ നാമം പേറിക്കൊണ്ട്, ശറഇൻ ഇതാ വിധികൾ പറത്തിക്കൊണ്ട്, കഴിഞ്ഞ് ഇതാ കൂടും അവരോടല്ലേ സത്യം ഇതാ സത്യം മുഅ്മിനോടാ. പേരുകൊണ്ട് മുസൽമാനാവുകയില്ല, മുസൽമാൻ്റെ പേരും ഇട്ടിട്ട് ശറഇൻ്റെ ഒരൊറ്റ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരൊറ്റ വിധിവിലക്കുകളും അനുസരിക്കാതെ തെമ്മാടിയായ നടക്കുന്നവർക്ക് ദീനിൽ സ്ഥാനമില്ല. യഥാർത്ഥ മുസൽമാന്മാരോടാണ് അള്ളാഹു പറയുന്നത്, അവർക്ക് മാത്രമേ ദീനിൽ സ്ഥാനമുള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മുസൽമാൻ്റെ പേരും നടിച്ച് എന്തെങ്കിലും പേക്കൂത്തുകൾ കണ്ടാൽ നിങ്ങൾ ഇസ്ലാമിനോടുള്ള വൈരാഗ്യം മൂലം ദീനിൻ്റെ പുറത്ത് കയറണ്ട. അത് ശരിയല്ല കേട്ടോ. അരുതേ മുസൽമാനെ വിവാഹം തന്നെ, അരുതേ ബഹുദൈവ സ്ത്രീകളെയും. അള്ളാഹു പറയുകയാണ്, സത്യവിശ്വാസിയായ ഒരു പുരുഷനോട് അള്ളാഹു പറയുകയാണ്, ഓ മനുഷ്യ, നീ ബഹുദൈവ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ ഒരിക്കലും നീ വിവാഹം ചെയ്തു പോകരുത് കേട്ടോ. അതുപോലെ ഒരു പെണ്ണ് മുസ്ലിമായ ഒരു പെണ്ണിനോടും അള്ളാഹു പറയുകയാണ്, ഓ പെണ്ണേ, ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനെ ഒരിക്കലും നീ വിവാഹം ചെയ്തു പോകരുത് കേട്ടോ. അത്ര വ്യക്തമാണ്. അവരും ഇതാ സത്യ മതത്തിൽ വന്നാൽ കുഴപ്പം മദീനില്ലേ മുന്നേ വേണ്ട. ഒരു മനുഷ്യൻ ഇസ്ലാം മതത്തിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇങ്ങനെ രണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇസ്ലാമിൽ വന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസൽമാന് മാത്രമേ നിങ്ങൾ വിവാഹം ചെയ്യാവൂ കേട്ടോ എന്ന് അല്ലാഹു പറയുകയാണ്. ഒരു പൊതുവിശ്വാസി, ഒരു മുസ്ലിമായി, ഏത് ബഹുദൈവ വിശ്വാസികളായാലും മുസ്ലിമിലേക്ക് കടന്നു വന്നാൽ അവൻ മുസ്ലിമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മുസൽമാന്മാരെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാഹ് പറഞ്ഞതാ, അതിനാൽ തന്നെ
കാര്യം ഇതാ ഗൗരവം നിറഞ്ഞതാണേ. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണെന്ന് ഉള്ള കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ. അതിനാൽ തന്നെ വലിയ ഗൗരവമുള്ള കാര്യമാണ്. ചാടിപ്പോകുന്ന എൻ്റെ സഹോദരിമാരെ, ചാടിപ്പോകുന്ന എൻ്റെ സഹോദരന്മാരെ, മനസ്സിലാക്കണം, ബഹുദൈവ വിശ്വാസികളുമായി വിവാഹം ചെയ്യുന്നവരെ, നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. അവർ നിങ്ങളെ നരകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഏക ഇലാഹിയിലും അടിമ സ്ത്രീയും ഉണ്ടോ, അവളാണ് ഇവളേക്കാളും. അടിമയായ ഏക ഇലാഹിൽ വിശ്വസിച്ചതായ ഒരു അടിമ പെണ്ണുണ്ടോ? ഈ ബഹുദൈവ വിശ്വാസിയായ പുരുഷനേക്കാൾ സ്ത്രീയേക്കാൾ ആ അടിമ സ്ത്രീക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം കേട്ടോ. ബഹുദൈവ വിശ്വാസിനിയായ ഈ സ്ത്രീയേക്കാൾ അടിമയായ ഏക ഇലാഹിൽ വിശ്വസിക്കുന്ന അടിമ സ്ത്രീയാണ് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു പറയുകയാണ്. ഒരടിമയായ ഏക ഇലാഹിൽ വിശ്വസിച്ചതായ പെണ്ണിനെ കെട്ടേണ്ടി വന്നാലും ഒരിക്കലും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ നിങ്ങൾ അരുതേ, വിവാഹം കഴിക്കരുത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ് കേട്ടോ. എന്നെ വർഗീയവാദിയായി ചിന്തിക്കേണ്ട, അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഖൈറും ഇതാ ഖൈറും എന്നും ഖൈറാ, അല്ലാഹ് പറഞ്ഞതാ പറഞ്ഞു ഞാനേ. ബഹുദൈവ വിശ്വാസികളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ അടിമകളെ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചതായ ഏക ഇലാഹിൽ വിശ്വസിച്ചതായ അടിമയെ വിവാഹം ചെയ്യലാണ് ഉത്തമം എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. എന്നിരുന്നാലും ഒരടിമയെ ഏക ഇലാഹിൽ വിശ്വസിച്ചതായ ഒരു അടിമയെ വിവാഹം ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഒരു ബഹുദൈവ വിശ്വാസിയെ ഒരിക്കലും വിവാഹം ചെയ്യരുതേ, ചെയ്യരുതേ, ചെയ്യരുതേ. കാരണം എന്താണെന്നറിയുമോ? അവർ നരകത്തിൻ്റെ വഴിയേ പോകുന്നവരാണ്, അവർ നരകത്തിലേക്ക് ചെല്ലുന്നവരാണ്. അഴകിൽ ഇതാവളും കേമിയാണ്, പക്ഷേ ബഹുദൈവം അവളിലാണ്. എത്ര സുന്ദരി തന്നെയാണ് എങ്കിലും, എത്ര സുന്ദരൻ തന്നെയാണെങ്കിലും, എത്ര കേമനാണെങ്കിലും, എത്ര കേമിയാണെങ്കിലും അവർ ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് സത്യവാന്മാരെ, മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരെ, ദീനിൻ്റെ മക്കളെ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ ഒരിക്കലും വിവാഹം ചെയ്യരുത് കേട്ടോ. അതിനാൽ കഴിക്കണ്ട വിവാഹം തന്നെ അല്ലാഹ് പറഞ്ഞതാ ഞാൻ പറഞ്ഞു. അതുപോലിതാ അല്ലാഹ് പറഞ്ഞു വീണ്ടും, വേണ്ട ബഹുദൈവ ആണീനെയും, അവനും ഇതായത്ര കേമൻ തന്നെ, അതിലും ഇതാ ഖൈർ അടിമ തന്നെ. അതിനാൽ ബഹുദൈവ അവർക്ക് പൊന്നേ, അരുതേ വിവാഹവും കഴിപ്പിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതാ പറഞ്ഞു ഞാനും, കേട്ട് പഠിച്ചോളീൻ ഖുർആനാണേ.
ചുരുക്കത്തിൽ ബഹുദൈവ വിശ്വാസികളായ ആണിനോ പെണ്ണിനോ, സത്യവിശ്വാസികളായ ആണോ പെണ്ണോ വിവാഹം ചെയ്യാൻ പാടില്ല കേട്ടോ. ആ ബഹുദൈവ വിശ്വാസികളായ ആണോ പെണ്ണോ ആകട്ടെ, അവരില ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുകയും ദീനിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നല്ലാഹു പറയുകയാണ്. ഇതിന് വിപരീതം ആരും കാണിച്ചു പോകരുത് കേട്ടോ. നരകം അതിലേക്കും ക്ഷണിക്കും അവരും ബഹുദൈവ വിശ്വാസികൾ. അവർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പക്ഷേ അല്ലാഹുവോ സ്വർഗം അതിലേക്കും ക്ഷണിക്കും. അല്ലാ പൊറുക്കും ഇതാ പാപം റഹ്മാനല്ലാ. ബഹുദൈവ വിശ്വാസികളായ ജനങ്ങൾ അവർ നരകത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. പക്ഷേ അള്ളാഹു സ്വർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. മാത്രവുമല്ല, അവൻ ജനങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനുമാണ്. അത് പൊറുക്കുവാനും കൂടിയാണ് അവൻ ക്ഷണിക്കുന്നത് കേട്ടോ. റബ്ബിൻ വഴിയേയും പോണം നമ്മൾ, നാളെ പരലോകം വിജയിക്കാനാ. ഇവിടെ ദുനിയാവിലുള്ള ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും പരിശുദ്ധമായ ഖുർആനിനെ നാം പിൻപറ്റണം കേട്ടോ. അതിനെ മുറുകെ പിടിക്കണം കേട്ടോ. ഖുർആൻ എന്ത് പറഞ്ഞുവോ അത് പ്രകാരം നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകണം കേട്ടോ. ഖുർആനെ ഒരിക്കലും നമ്മൾ കൈവിടല്ലേ. നമ്മളെ നേർവഴി കാട്ടിയാണ് നമ്മളുടെ പരിശുദ്ധമായ ഖുർആനെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം കേട്ടോ. അല്ലാ നമുക്കെല്ലാം പൊറുത്ത് തായേ, സ്വർഗം നമുക്കെല്ലാം കനിഞ്ഞ് തായേ. അല്ലാ നമുക്കെല്ലാം പൊറുത്ത് തായേ, സ്വർഗം നമുക്കെല്ലാം കനിഞ്ഞ് തായേ. പാലം സിറാത്തേയും കടത്തേ അല്ലാ വേഗം, അർശിൻ തണലേകി കുളിർമത്തായേ. പാലം സിറാത്തേയും കടത്ത് വേഗം, അർശിൻ തണലേകി കുളിർമത്തായേ. കർമ്മം ഇതാ തൂക്കം ത്രാസ് പൊന്നേ, അതിലും ഇതാ നന്മ പെരുത്ത് തായേ. കർമ്മം ഇതാ തൂക്കം ത്രാസും പൊന്നേ, അതിലും ഇതാ നന്മ പെരുത്ത് തായേ. അല്ലാ കുടിപ്പിക്ക് ഹൗലിൽ നിന്ന് ത്വാഹ നബിയുടെ കയ്യിൽ നിന്ന്. അല്ലാ കുടിപ്പിക്ക് ഹൗലിൽ നിന്ന് ത്വാഹ നബിയുടെ കയ്യിൽ നിന്ന്. സ്വർഗം കടത്തേനെ ഹിസാബില്ലാതെ, തൃപ്തിയതോടൊപ്പം കാണാൻ നിന്നെ. സ്വർഗം കടത്തേനെ ഹിസാബില്ലാതെ, തൃപ്തിയതോടൊപ്പം കാണാൻ നിന്നെ.
ആമീൻ ഇദാമീൻ ആമീൻ ആമീൻ യാദൽ ജലാലേ യാ റഹീമാനല്ലാഹ് ആമീൻ ഇദാമീൻ ആമീൻ ആമീൻ യാദൽ ജലാലേ യാ റഹീമാനല്ലാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. 2 ദിവസം മുന്നേ ഞാനൊരു കണ്ണ് കാണാത്ത ഒരാളുടെ വീഡിയോ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സഹായിക്കണം. അതുപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.